Hi everyone, please introduce yourself. എൻ്റെ പേര് എയ്ഡൻ സേവ്യർ. സൗത്ത് ഇന്ത്യയിൽ തുടർച്ചയായി കഴിഞ്ഞ 2 വർഷമായിട്ട് പിയേഴ്സൺ PTE എക്സാമിൽ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കരസ്ഥമാക്കിയ സ്മാർട്ട് ഇംഗ്ലീഷ് അക്കാഡമിയിലെ റീസെൻറ്റ് PTE വിന്നേഴ്സായ 3 ടോപ്പ് സ്കോറേഴ്സാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. നമുക്ക് ഇവരോട് തന്നെ ഇവരുടെ സ്മാർട്ടിലെ ജേർണി, അവരുടെ എക്സ്പീരിയൻസ്, 90 on 90ലേക്കുള്ള ജേർണി, ഇതെല്ലാം നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. സോ എയ്ഡൻ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ സ്മാർട്ടിലത്തെ എക്സ്പീരിയൻസ്? സ്മാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് PTനെ കുറിച്ച് അത്രയും ഐഡിയ ഉണ്ടായില്ല. പക്ഷേ ഇവിടുത്തെ ട്യൂട്ടേഴ്സ് അത്യാവശ്യം എന്നെ പഠിപ്പിച്ചു. എനിക്ക് വല്ല ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരായിരുന്നു. ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യാൻ മെയിൻലി ഉപയോഗിച്ചത് ഇവിടുത്തെ സെക്ഷണൽ മോക്ക് ടെസ്റ്റും ഫുൾ മോക്ക് ടെസ്റ്റും. ഈ വെബ്സൈറ്റിലുള്ള മോഡൽസ് അത്യാവശ്യം നല്ലതായിരുന്നു. ഓൾമോസ്റ്റ് എക്സാക്ട് റിപ്ലിക്ക ആയിരുന്നു എക്സാമിനുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് അത്യാവശ്യം ഡൗട്ട് ഉണ്ടായില്ല. അപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം മാർക്ക് കുറവായിരുന്നു, അത്ര ഉണ്ടായില്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് മാർക്ക് കയറിയതാണ്. സോ എനിക്ക് സ്മാർട്ട് കാരണമാണ് എനിക്ക് 90 out of 90 കിട്ടിയത്. ആരെങ്കിലും കോച്ചിങ്ങിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് സ്മാർട്ട് അക്കാഡമി. ബെനറ്റ്, എങ്ങനെയാണ് സ്മാർട്ട് ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് എത്തിച്ചേർന്നത്? കൂടാതെ ഇവിടെയുള്ള എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാനിപ്പോൾ +2 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് പോകാനുള്ളൊരു ചെറിയ താല്പര്യം ഉണ്ടായി. അപ്പോൾ പുറത്തുള്ള കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്മാർട്ടാണ് നല്ലത്, PT കോച്ചിങ്, IELTS കോച്ചിങ്, അതിനൊക്കെ സ്മാർട്ടാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ചേർന്നു. പിന്നെ ഇവിടുത്തെ പോസിറ്റീവ് റിവ്യൂസും അതൊക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ചേർന്നത്. ഇവിടെ വന്നപ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സും പിന്നെ എൻവയോൺമെൻറ്റും സാറുമാരൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 45 മൊഡ്യൂൾസ് ഉണ്ടായി എല്ലാ സെക്ഷനിൻ്റെ അടിയിൽ. അപ്പോൾ അതെല്ലാം നല്ല ഇൻഫോർമേറ്റീവായിട്ടും നല്ല ബ്രേക്ക് ഡൗൺ ചെയ്തൊക്കെ പറഞ്ഞു തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ PT 90 out of 90 മേടിക്കാൻ പറ്റി. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എന്നോട് സ്മാർട്ടിനെ പറ്റി ചോദിക്കുകയോ അതോ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിനെ പറ്റി റെക്കമെൻഡ് ചെയ്യാൻ ഏതെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തായാലും സ്മാർട്ട് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. സ്മാർട്ടിലെ PT ട്രെയിനേഴ്സിനെ കുറിച്ച് അനൂഷിക്ക് എന്താ പറയാനുള്ളത്? ട്യൂട്ടേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. അടിപൊളി ടീച്ചേഴ്സാണ്. അവർ പിയേഴ്സൺ ട്രെയിൻഡ് ട്യൂട്ടേഴ്സാണ്. പിന്നെ ഇവിടെ ഫസ്റ്റ് ഡേ വരുമ്പോൾ തന്നെ ഓരോ മൊഡ്യൂളിനെ പറ്റിയും ഞങ്ങൾക്ക് നല്ലോണം വിശദീകരിച്ച് തന്നു. അതെങ്ങനെ ചെയ്യണം, എക്സാമിന് ബെസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ടൈം മാനേജ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് റീഡിങ് സെക്ഷനിലാണ്. അതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഇവർ നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നു. പിന്നെ ഒരു മന്തിൽ തന്നെ അവർ ഞങ്ങളെ വെബ്സൈറ്റ് വഴി കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് PTയിൽ ഒരു ഹൈ സ്കോർ നേടാൻ പറ്റൂ. അതോടൊപ്പം തന്നെ ട്യൂട്ടേഴ്സ് വളരെയധികം അവരുടെ എഫേർട്ട് പരമാവധി തന്നെ ഇട്ടു. അതുപോലെ തന്നെ ആ ഒരു എഫേർട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഹൈ സ്കോർ ഇന്നിവിടെ നേടിയിട്ടുള്ളത്. പിന്നെ അവർ വളരെ ഫ്രണ്ട്ലി ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അപ്പോൾ തന്നെ ചോദിക്കാം. അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കിയെന്നും അവർക്ക് തോന്നുമ്പോൾ മാത്രമേ അവർ നിർത്തുള്ളൂ. അതായത് അവർ നല്ലോണം പറഞ്ഞു തന്നെ തരും. പിന്നെ അതുപോലെ തന്നെ എക്സാമിൻ്റെ മുന്നേ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്. മോക്ക് ടെസ്റ്റ് എന്തോരം വേണമെങ്കിൽ നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് എന്നൊക്കെ അവർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അപ്പോൾ ഇനി ആരെങ്കിലും PTയിൽ നല്ലൊരു സ്കോർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സ്മാർട്ട് അക്കാഡമി തന്നെ റെഫർ ചെയ്യും. സോ നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് തന്നെ സ്മാർട്ട് ഇംഗ്ലീഷ് അക്കാഡമിനെ പറ്റി കൂടുതൽ നമുക്ക് അറിയാൻ പറ്റി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് 3 of you. താങ്ക് യു.